ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അതെന്താണെന്നാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോണേ. ഇതൊക്കെ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. പുട്ടാണ് രാവിലെ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ പുട്ടിന് പൊടി നോക്കുമ്പോഴുണ്ടല്ലോ, അരിപ്പൊടി കുറച്ചുള്ളൂ. പിന്നെ തപ്പിപ്പിടിച്ച് വന്നപ്പോൾ നമ്മുടെ കപ്പപ്പൊടി കണ്ടു. കപ്പപ്പൊടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി തന്നെ വാങ്ങിച്ചാണ്. പക്ഷേ ഞങ്ങൾ അതെടുത്തിട്ട് ഒരു ദിവസം എന്താടി ആക്കിയത്? ബോബാസാക്കി. ബോബ ടീ ആക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബോബാസാക്കി. പിന്നെ ഇതേ നമുക്ക് കുറച്ച് അവലും കൂടി ഉണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് പുട്ടങ്ങടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. തേങ്ങയില്ലാണ്ട് എന്ത് പുട്ടല്ലേ? ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയാണോ പുട്ടിൽ നിങ്ങൾ തേങ്ങ ഇടാന്ന് ചിന്തിക്കരുത്. ഞങ്ങളിവിടുത്തെ ചിരവ ഒടിഞ്ഞുപോയി, ചിരവനാക്ക് ഒടിഞ്ഞുപോയി. അപ്പം ഞങ്ങളതിന് പകരം കണ്ടേക്കണ പണി ഇങ്ങനെയാണ്. തേങ്ങ ഇങ്ങനെ പൊട്ടിച്ച് ഇതിങ്ങനെ കീറിയെടുക്കും. എന്നിട്ട് ചെറുതായിട്ട് മിക്സിയുടെ ഉള്ളിലിട്ടിട്ട് നന്നായിട്ട് നല്ല ചെറിയ ചെറിയ പീസാക്കണം കേട്ടോ. വലിയ പീസാക്കി കഴിഞ്ഞാൽ ചരുവി എടുത്ത പോലെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ലോണം ചെറുതാക്കി നമ്മുടെ മിക്സിയിലിട്ട് ഇതേപോലെ അടിച്ചെടുത്താൽ നമ്മൾ തേങ്ങ ചിരവി പോലെ തന്നെ നമുക്ക് കിട്ടും. പെട്ടെന്നാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. മറ്റേതിനേക്കാളും കുറച്ചൊരു സ്പീഡിലാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് അവലെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പാടിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ചിരവിതിട്ടു. ഇനി അടുത്ത് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി ഒരു 2 കപ്പ്, ചെറിയ 2 കപ്പ് അരിപ്പൊടിയോളമാണ് എടുത്തേക്കണേ. അപ്പോൾ അരിപ്പൊടിയുടെ മേലെയും കൂടി നമുക്ക് കുറച്ച് തേങ്ങ ചിരവിതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കപ്പപ്പൊടി ചേർത്ത് കൊടുക്കാം. കപ്പപ്പൊടി വെച്ചിട്ടുള്ള പുട്ട് കഴിക്കാത്തവർ കുറവായിരിക്കുന്നതാണ് എനിക്ക് തോന്നണേ. പണ്ടത്തെ പഴമക്കാർ പറഞ്ഞിട്ടുള്ള, എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞ് പണ്ട് കേട്ടറിവുണ്ട്. അവർക്ക് അന്ന് കഞ്ഞിയൊന്നും കഴിക്കാനില്ലാതിരിക്കുന്ന സമയത്ത് കപ്പപ്പൊടി കുറുക്കിയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടൊക്കെയാണ് കഴിക്കാറുള്ളതെന്നൊക്കെ. അപ്പോൾ നമുക്ക് അന്നത്തെ കാലത്തൊന്നും ഇതെന്താണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി വലുതായതിന് ശേഷമാണ് ഈ കപ്പപ്പൊടിയൊക്കെ കൊണ്ട് പുട്ടുണ്ടാക്കിയും അതല്ലെങ്കിൽ കുറുക്കുക അങ്ങനെയൊക്കെ ആക്കി കാണിച്ചൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി ആ കുഴച്ചെടുത്ത് ഇതെന്താ പരിപാടി കാണിച്ചു തരാം. ഇത് പുട്ട് എത്രത്തോളം സോഫ്റ്റ് ആവണമെന്നുള്ളതിൻ്റെ ഒരു മെയിൻ കാര്യമാണ് കേട്ടോ. കുഴച്ച് വെച്ച പുട്ടുപൊടിയില്ലേ, അതിങ്ങനെ മിക്സിയിൽ 1, 2, 3 വട്ടം കിർ അങ്ങനെ 3 കിറക്കൽ മതി. അങ്ങനെ ഒന്ന് കറക്കിയെടുക്കുക. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കിയെടുത്തിട്ട് എല്ലാം കൂടി കേട്ടോ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ, ഇങ്ങനെ ഒന്ന് നിങ്ങൾ പുട്ട് ചുട്ട് നോക്ക്. അതായത് പുട്ട് ഇതുപോലെ ആക്കി നോക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവരുണ്ടാകാം. അടിപൊളി സോഫ്റ്റ് ആയിരിക്കും പുട്ട്. ഇത്ര രസമാണ്. അറിയാത്തവർ എന്തായാലും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. കുഴച്ച് വെച്ച പൊടി ഇങ്ങനെ മിക്സിയിലിട്ടെടുക്കുക. അതിനിടയിൽ എനിക്ക് കിട്ടിയ പണിയാണിത്. അവിടെ കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കടല വേവിച്ചിട്ട്. അതിന് മേലെ കൊണ്ടുപോയി തൊട്ടു. അങ്ങനെ അവിടെ പൊള്ളലും കിട്ടി. അപ്പോൾ നമ്മുടെ പുട്ട് തൂതയല്ല, പുട്ടിൻ്റെ കണ നന്നായിട്ട് ആവിക്ക് കയറ്റിയെടുത്തു. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെയും തേങ്ങയിടുക, പിന്നെയും പൊടിയിടുക, പിന്നെയും തേങ്ങയിടുക, പിന്നെയും പൊടിയിടുക. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ മെഫ്സ് പുട്ടുണ്ടാക്കുന്ന രീതിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. കപ്പപ്പുട്ട് പൊന്നു മക്കളെ പരീക്ഷിച്ച് നോക്കാത്തവർ പരീക്ഷിച്ച് നോക്കണം. അതുപോലെ ഇനി പുട്ടിൻ്റെ പൊടി, അരിപ്പൊടി ഫുള്ളില്ലാന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആരും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അല്പം അവലധികം ചേർക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു. അല്പം അവലോ അതല്ലെങ്കിൽ റവയോ ഒക്കെ ചേർത്തിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാം. കേരളീയർക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ കണ റെഡി ആയിട്ടുണ്ട്. ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ആവിയൊക്കെ കയറി ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ അടിപൊളിതാ കപ്പപ്പുട്ട് റെഡി. എന്ത് സോഫ്റ്റാണെന്നറിയോ? നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നല്ല റബ്ബറോ അല്ലെങ്കിൽ റബ്ബറെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണ പോലെ കടിച്ചാൽ പൊണ്ണ പോലെ അങ്ങനെയല്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ട് ചുവിയായിട്ടൊക്കെ ഉള്ള പോലത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ആക്കി നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏകദേശം പുട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കറിയാക്കിയത് കടലക്കറി. അപ്പോൾ അറിയാലോ, കൂടുതലും പുട്ടിന് കടലക്കറി ആയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ പഴം, പപ്പടം ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇന്ന് കടല തന്നെ. അപ്പോൾ കടല നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കടല
താളിക്കാൻ വേണ്ടിയിട്ട് അല്പം സവോള ആദ്യം ഇട്ടൊന്ന് വഴറ്റി, അതിനുള്ളിൽ കുറച്ച് തക്കാളി ഇട്ടും കൂടി വഴറ്റി നന്നായിട്ട് അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേനും നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലോട്ട് അല്പം തേങ്ങ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വഴറ്റി വെച്ചേക്കണ തക്കാളിയും ഉള്ളിയും കൂടി ചേർത്തു. പിന്നെ അല്പം കടല, വേവിച്ച കടലിൽ നിന്ന് അല്പം, അതുപോലെ അല്പം ചെറിയ ജീരകം, അതുപോലെ തന്നെ അല്പം പെരും ജീരകം. കണ്ടോ, ഈ ചെറിയ ജീരകവും പെരും ജീരകവും മാത്രം. ഇത്രയും സംഭവങ്ങളെല്ലാം കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച സവോള, അതേപോലെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയാണ് ഈ വഴറ്റിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇത് മൂന്നും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോണത് അല്പം ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാല ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഒരു പച്ച മണം അങ്ങോട്ട് മാറി വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചുള്ള കൂട്ട് അത് നോക്കിക്കേ, തേങ്ങ, കടല, അതുപോലെ സവോളയും തക്കാളി കൂടി വഴുന്നതൊക്കെ കൂടി ഇതിനകത്തിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി വരുമ്പോഴത്തേനും നന്നായിട്ട് മാറി വരണം കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ കടലയിലേക്ക് അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ട് കടലയുടെ ഉള്ളിലോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആവും. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിലൊരു കടലക്കറി റെഡിയായി കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുരുമുളക് ഞാൻ ചേർത്തിട്ടില്ല, എൻ്റെ അടുത്ത് കുരുമുളക് പൊടി കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. കുരുമുളക് പൊടി അല്പം കൂടി വിതറി കൊടുത്ത രസമാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ അല്പം മല്ലിയില. ഇത്രേ ഉള്ളൂ കേട്ടോ കടലക്കറി. അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ചായയും അവിടെ റെഡിയായി. ഇഞ്ചി ചായയാണ്. അപ്പോൾ അങ്ങനെ കടലക്കറിയൊക്കെ ഒരു ബൗളിലോട്ട് പകർത്തി, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഏത്തപ്പഴം അതിൽ നിന്ന് പഴുത്ത് പോകണം. അപ്പോൾ പിന്നെ അതും കൂടി അങ്ങോട്ട് വേവിച്ചെടുത്തു. പിന്നെ എല്ലാ ദിവസവും രാവിലെ 2 എഗ് വൈറ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചില്ല, ഉണ്ണി മാറ്റി വയ്ക്കും, ആ എഗ് വൈറ്റ് മാത്രം കഴിക്കും. അപ്പോൾ നമ്മുടെ പുട്ടാശാൻ്റെ മേലേക്ക് ആ എന്നുള്ള കടല കറി അങ്ങോട്ട് ഒഴിക്കുക. എന്താ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്ര രസമാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കടുപ്പത്തിലൊരു ചായ, സത്യം പറഞ്ഞാൽ ഞാൻ ചായയും കാപ്പിയും കൂടി ഇല്ല, പക്ഷെ പുട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരാൾക്കാണ്ട് കുടിക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ നല്ലോണം ഇഞ്ചിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ചായ കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടാശ സോഫ്റ്റ് പുട്ടിനെ ആ ചാറിലൊക്കെ അങ്ങോട്ട് കുടച്ചിങ്ങോട്ട് എടുക്കുക. എന്താ സ്വാദ്, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി അറിയാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറഞ്ഞേക്കണേ. അപ്പോൾ അതുപോലെ തന്നെ പഴം കൂട്ടി കഴിക്കാനും ഇതൊരു പ്രത്യേക രസമാണ്. എനിക്കിതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ടാറ്റാ, ബൈ ബൈ.